ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് ഒരു സ്പെഷ്യലാണ് കേട്ടോ. എന്താണെന്ന് നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ലേ? യെസ് ഗൈസ്, ആമിക്കുട്ടിയുടെ സെക്കൻഡ് ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മളെന്തായാലും രാവിലെ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചിട്ടാ. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള തിരുവഞ്ചിക്കുഴി മഹാദേവ ക്ഷേത്രത്തിനും വാഴാലിക്കാവിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നേരെ വീട്ടിലോട്ട് പോന്നു കേട്ടോ. 8:30 ആകുമ്പോഴത്തേനും നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തപ്പോൾ തന്നെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അധികം ആൾക്കാരൊന്നും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ബർത്ത്ഡേ നമ്മൾ അടിപൊളിയായിട്ട് ആഘോഷിച്ചു. സെക്കൻഡ് ബർത്ത്ഡേ ചെറിയൊരു രീതിയിൽ മാത്രമേ നമ്മൾ ആഘോഷിക്കുന്നുള്ളൂ കേട്ടോ. കഴിഞ്ഞ ബർത്ത്ഡേക്കും ഈ ബർത്ത്ഡേക്കും നമ്മൾ ഒരു ടീമിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ കേക്ക് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അവരുടെ കേക്കൊക്കെ കിട്ടില്ലാണ് ഗൈസ്. എന്താ പറയുക, വായിലിട്ടിങ്ങനെ അലിഞ്ഞു പോകുന്നു പറയില്ലേ, ശരിക്കും വെണ്ണ പോലെയാണ് അവരുടെ കേക്ക് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ അവരുടെ തന്നെയാണ് കേട്ടോ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആമിക്കുട്ടീനെ ഡ്രസ്സ് മാറ്റാമെന്ന് വിചാരിച്ചിട്ടാണ്. ഡ്രസ്സൊക്കെ മാറ്റി തലയിൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ കിട്ടിയിട്ടുള്ള കനകാമ്പരപ്പൂ വേണേ. നമ്മൾ അമ്പലത്തിൽ നിന്ന് വരുമ്പോഴത്തേനും അമ്മ അതൊക്കെ കോർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് കല്യാണപ്പെണ്ണാന്നൊക്കെയാണ് കേട്ടോ ആമി പറഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നത്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് തലയിൽ ഇങ്ങനെ പൂ വെക്കണതൊക്കെ. സ്ലൈഡ് കുത്തണതൊന്നും അധികം ഇഷ്ടമൊന്നുമല്ല കേട്ടോ. പക്ഷെ പൂ വെച്ചതോ 2 സെക്കൻഡ് 3 സെക്കൻഡൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തന്നെ അവൾ ഊരി വലിച്ചു എറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 11:30-11:45 ആകുമ്പോഴേക്കും നമ്മൾ കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ചു. കുറേ നേരം ആയാലും ഫ്രണ്ട്സൊക്കെ വന്നിട്ട് ഇനി വല്ലാണ്ട് മുഷിപ്പിക്കണ്ട. അപ്പം നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടേബിളൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ബലൂൺ ഡെക്കറേഷനൊക്കെ തലേ ദിവസം തന്നെയാണ് ചെയ്തത്. നമ്മൾ യെല്ലോ തീമായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് യെല്ലോ ബലൂൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഗ്രീന് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. കേക്ക് ചെറുതായിട്ടൊന്ന് സൈഡ് ഔട്ട് ചെരിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം വാഴക്കോട് മുതൽ ഇവിടം വരെ എത്തണ്ടേ. ചെറിയൊരു ഡാമേജ് ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർക്കൊന്നും കൊടുക്കാത്ത അമ്മാമ്മയ്ക്ക് കൊടുക്കേ അത് രണ്ടാളും അല്ല ഒന്നും തീരുന്നത് കുഞ്ഞാടെ തല മാറ്റേ. ഞാൻ ഒപ്പിച്ചു. നോക്കാമി ഇങ്ങോട്ട് നോക്ക്. ആമി അമ്മി നോക്ക് നോക്ക്. ഇതാരത് സാധനം മഞ്ഞപ്പൊടി കിട്ടിയത്. 145 ഫോട്ടോ എടുത്തിട്ട് കിട്ടിയത് 22 ഫോട്ടോ. അമ്മാമ്മയുടെയും കുട്ടിയുടെയും പിറന്നാൾ ഒരേ ദിവസം ആയതുകൊണ്ട് തന്നെ 2 പേരുടെയും പിറന്നാൾ അങ്ങോട്ട് കഴിച്ചു കേട്ടോ നമ്മൾ. അപ്പോൾ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് ബിരിയാണി ആയിരുന്നു. സദ്യ കിട്ടാനുണ്ടായിരുന്നില്ല. അപ്പോൾ വിചാരിച്ചു ചെറിയൊരു രീതിയിൽ ആമിക്കുട്ടിക്കും അമ്മയ്ക്കും കൂടിയിട്ട് സദ്യ ഒരുക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് വാഴയുടെ ഇലയിൽ സദ്യ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാ. രാവിലെ എണീറ്റിട്ട് ചോറും കറികളും എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് കേട്ടോ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ഞാനല്ല, ഞാൻ 5:30-5 മണിയാകുമ്പോൾ എണീക്കണം എന്ന് വിചാരിച്ചു. എണീച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആമിക്കുട്ടി ഓർക്കത്തിന് എണീറ്റിട്ട് ഒന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അമ്മ തന്നെയാണ് കേട്ടോ ഒരുവിധം പണികളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ചെറുതായിട്ടൊന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുത്തു എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതാ ചോറ് വിളമ്പി. പിന്നെ സാമ്പാർ ഉണ്ടായിരുന്നു. നമ്മൾ ചക്ക വറുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിട്ടുണ്ടായിരുന്നു. പിന്നെ പപ്പടം, സലാഡ്, അച്ചാറ്, പയറുപ്പേരി, ഉപ്പ്, ഉരുളൻകിഴങ്ങ് കൊണ്ട് ചെറിയ രീതിയിലൊരു ഇഷ്ടവും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഒരു ചെറിയ രീതിയിൽ സദ്യ കൊടുക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഇവിടെയൊക്കെ എങ്ങനെയാണ് കേട്ടോ പിറന്നാളിന് ഭക്ഷണം കൊടുക്കുക. വാഴയുടെ ഇല ഇങ്ങനെ നീട്ടിയിടും. എന്നിട്ട് എല്ലാ കറികളും ആദ്യം വിളമ്പി കൊടുക്കും. ലേശം ലേശമൊക്കെ വിളമ്പി കൊടുക്കും. വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ടാവും. കിണ്ടിയിൽ വെള്ളം വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് എല്ലാ ഭക്ഷണവും നമ്മൾ മതി എന്നൊന്നും പറയാൻ പാടില്ല. നമ്മൾ ആവശ്യത്തിന് വിളമ്പി കൊടുക്കും. പക്ഷേ കുഞ്ഞായതുകൊണ്ട് ഞാൻ കുറച്ചായിട്ട് വിളമ്പിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവൾ മതി മതി എന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അങ്ങനെ പറയല്ലേ എന്ന് പറഞ്ഞതാണ് കേട്ടോ ഞാൻ.
അപ്പോൾ അതാ ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കണം. അമ്മയ്ക്ക് ഞാൻ അപ്പുറത്തെ സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 പേരുടെ ആണല്ലോ ബർത്ത്ഡേ വന്നിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചെറിയ രീതിയിൽ ഭക്ഷണമൊക്കെ കൊടുത്ത്. ആമിക്കുട്ടി അങ്ങനെ ചോറൊന്നും വാരി കഴിക്കില്ല കേട്ടോ. സൈഡ് ഡിഷൊക്കെയാണ് അവൾ ടേസ്റ്റ് ചെയ്ത് നോക്കണത്. ബിരിയാണിക്കാണെങ്കിൽ അവൾ പെട്ടെന്ന് വാരി കഴിച്ചോളും. പക്ഷേ ചോറ് അവൾക്ക് കണ്ടുകൂടാത്ത ഒരു സാധനമാണ് കേട്ടോ. ഞാൻ കുറേ നേരം കൊടുക്കാൻ നോക്കി, പക്ഷെ അവൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയൊക്കെയോ മാമൻ വരും, പിടിച്ചുകൊണ്ട് പോവും, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ. പിന്നെ 2-3 വായൊക്കെ കഴിച്ചു. പിന്നെ കേക്കൊക്കെ കഴിച്ചുകൊണ്ട് വയറൊക്കെ ഫുള്ളായിരുന്നു അവളുടെ. പിന്നെ പായസം 1 ഗ്ലാസ് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പാലട ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ചിക്കനും ബിരിയാണി തന്നെയാണ് നമ്മൾ വരുത്തിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഒരു 20 പേർക്കുള്ള പായസം കൂടി നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അമ്മിക്കുട്ടി കുടിച്ച് കിണ്ടിയിൽ വെള്ളം കൊടുക്കുകയാണേ. നമ്മൾ ഭക്ഷണം കഴിച്ച് പകുതിയായി കഴിഞ്ഞാൽ കിണ്ടിയിൽ വെള്ളം കൊടുത്ത് വീണ്ടും നമ്മൾ കുറച്ചും കൂടി ചോറും എല്ലാ കറികളും ലേശം കൂടി പാത്രത്തിലേക്ക്, എന്നുവെച്ചാൽ പാത്രം മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ എന്തിലാണോ ഭക്ഷണം കഴിക്കാൻ കൊടുത്തു വെച്ചാൽ അതിലോട്ട് ഇട്ട് കൊടുക്കും. എന്നിട്ട് വീണ്ടും കഴിക്കാൻ പറയും. അങ്ങനെ അമ്മലൊക്കെ വെച്ച് നീട്ടിയിട്ട് നമ്മൾ തുളസിയും അരിയും ഒരു ചെറിയൊരു വാഴയുടെ ഇലയിൽ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മളെടുത്ത് പ്രാർത്ഥിച്ചിട്ട് തലയിൽ കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇല ഫ്രണ്ടിലോട്ട് വലിക്കണം കേട്ടോ. അതൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, അത് എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവരുടെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ബിരിയാണി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഫ്രണ്ട്സിന് ഭക്ഷണം കൊടുക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും ഉമ്മർത്ത് സൊറ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. സമയം 12:15 ആയിട്ടുണ്ടായിരുന്നുള്ളൂ. കേക്കൊക്കെ കഴിച്ചുകൊണ്ട് അവർക്ക് വിശക്കുന്നില്ല എന്നൊക്കെ കുറേ പറഞ്ഞു. എന്നാലും പിടിച്ച് വലിച്ച് കൊടുന്ന് ടേബിളും ഇരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇതാ ഭക്ഷണം കൊടുക്കുകയാണ്. നമ്മൾ ഏട്ടൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നുള്ളൂ, 4-5 ഫ്രണ്ട്സേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ വീട്ടുകാരും പിന്നെ അമ്മേൻ്റെ പഞ്ചാർമേന്ന് എന്നുവെച്ചാൽ അമ്മ വർക്ക് ചെയ്യണ അവിടുന്ന് 2-3 അമ്മായിമാരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങാൻ നേരത്താണ് അവർ വന്നിട്ടുണ്ടായിരുന്നത്. അവർ ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വേണമെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതിൽ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഗൈസ്, ആമിക്കുട്ടിയുടെ ബർത്ത്ഡേ അടിച്ച് പൊളിച്ചു കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ ബൈ ബൈ, സീ യു.